30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനിടെ പ്രതിസന്ധി. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ നടത്തിപ്പിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് സിനിമകൾ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ. കാതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആസ്വാദനത്തിലേക്കും നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള ശക്തമായ കടന്നുകയറ്റത്തെ ചെറുക്കുക എന്നുള്ളതാണ്. ഇന്നലെ വരെ നമ്മൾ കരുതിയിരുന്ന സുരക്ഷിതമെന്ന വിചാരിച്ച ഇടങ്ങളിലേക്കെല്ലാം ഇന്ന് കടന്നുകയറ്റം, ഫാസിസം ശക്തമായി പിന്നുള്ളതിന് തെളിവാണ്. ഒരു സുപ്രഭാതത്തിൽ തന്നെ 19 സിനിമകളോളം നിരോധിച്ചുകൊണ്ട് IFFKയിൽ കാണാനെത്തിയ സിനിമാ പ്രേമികളെ നിരാശപ്പെടുത്തി ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിലൂടെ നമ്മൾ ഇവർക്ക് അടിമപ്പെടേണ്ടവരല്ല എന്ന ജനാധിപത്യ ബോധം ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കാതലായ പ്രതിരോധ പ്രവർത്തനം. അപ്പൊ ശരിക്കും ഈ സിനിമയൊക്കെ നിരോധിച്ചതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം പറയുന്നുണ്ടോ? സിനിമ എപ്പോഴും ഫാസിസം കടന്നു കയറുന്നത് സാങ്കേതികത്വത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ചാർലി ചാപ്ലിൻ്റെ എത്രയോ പഴക്കമുള്ള അല്ലെങ്കിൽ പംതിങ് പോലുള്ള എത്രയോ പഴക്കമുള്ള ക്ലാസിക്കുകൾ നിരോധിക്കുന്നത് ഏത് കാരണം കൊണ്ടാണെങ്കിലും അതിൻ്റെ പിന്നിൽ ഭയപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു ഫാസിസ്റ്റ് കാരണമുണ്ട് എന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, സാധാരണ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പൊ ഈ കടന്നുകയറ്റം ബാക്കി മേഖലകളിലേക്ക് ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഒരു പ്രതിഷേധമാണ് തന്നെയാണിത്. നോക്കൂ, ബാക്കിയുള്ള മേഖലയിലേക്ക് ഉണ്ടാവാതിരിക്കാൻ എന്നതല്ല, എല്ലാ മേഖലകളിലും ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. വസ്ത്രവും ഭക്ഷണവും നമ്മൾ നേരത്തെ കണ്ടതാണ്. പാർപ്പിടങ്ങൾ പൊളിക്കുന്ന ലൈവ് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏതിടത്തിലേക്കാണ് ഇത് കയറാതിരുന്നിട്ടുള്ളത്? ഇന്ന് വരെ അഹങ്കരിച്ചിരുന്ന IFFKയിലേക്ക് പൂർണ്ണമായും കടന്നു കയറിയില്ല എന്ന് അഹങ്കരിച്ച ഒരു ഇടത്താണ് ഇന്ന് പൂർണ്ണമായും അവർ കടന്നു കയറിയിരിക്കുന്നത്. പല ധൈര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ധൈര്യമായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ ജനകീയമായ പ്രതികരണശേഷി ഇല്ലാത്തതിൻ്റെ ധൈര്യമായിരിക്കാം. എന്തായാലും അവർ കടന്നു കയറി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. 17 സിനിമകളോളം ഇപ്പോൾ ഇവർ ബാൻ ചെയ്ത് കഴിഞ്ഞു. 17 സിനിമകൾ. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലും ദേശീയ തലത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സിനിമയാണ്. അപ്പോൾ അതിനെല്ലാം ബുക്ക് ചെയ്ത് വരുന്ന ഡെലിഗേറ്റ്സിന് ആ സിനിമ ക്യാൻസലായി എന്നുള്ള മെസ്സേജുകളാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഫാസിസം ഒളിച്ചു കിടത്തിക്കൊണ്ടിരിക്കുകയാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലുള്ള കടന്നുകയറ്റം. അതിനെതിരെയാണ് കുറച്ച് പേര് ഇതിനെതിരെ ശബ്ദം വരുന്നത്. വരും കാലങ്ങളിൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം വിവിധ മേഖലകളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്നലെ ഇവിടെ വലിയ പ്രതിഷേധമുണ്ടായി, ഇന്നും തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതൊരു ചെറിയ ഒറ്റപ്പെട്ട പ്രതിഷേധമല്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം ഉണ്ടാവാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. കാരണം ജനാധിപത്യപരമായി വളരെ ഉയർന്നു ചിന്തിക്കുന്ന ഒരു ജനത എന്ന് അഭിമാനം കൊള്ളുന്ന ഒരു കൂട്ടം, അല്ലെങ്കിൽ കേരള ജനത അത് പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അത് അവരുടെയും കൂടി കീഴ്പ്പെടലായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും സിനിമകൾ കാണാനായി കാത്തിരുന്ന് അത് ബുക്ക് ചെയ്ത് അന്നേ ദിവസം തിയേറ്ററിലെത്തിയ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കാതെ നിരാശരായി മടങ്ങേണ്ടി വരിക എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യം തന്നെയാണ്. ഇതിൻ്റെ അകത്തെ കൂടുതൽ പ്രതിസന്ധികളെക്കുറിച്ചൊന്നും സംസാരിക്കാനില്ല. കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും പ്രതിഷേധം ഇവിടെ ചൂടുപിടിക്കുകയാണ്.